പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നെക്സ്റ്റ് ടോപ്പിക് ബജറ്റ് ഇൻ പാർലമെന്റ്. Budget is submission to Parliament. The Budget Division is responsible for submitting various documents and letters to Parliament before and after the budget presentation regarding legislative business. അതിന്റെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ബജറ്റ് ഡിവിഷൻ ആണ് ഓരോ ഡോക്യുമെന്റുകൾ, ലെറ്റേഴ്സ് പാർലമെന്റിൽ ബജറ്റ് പ്രസന്റേഷന് മുന്നും പിന്നെയുമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്രൂവൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ബിഫോർ പ്രസന്റേഷൻ, അപ്രൂവൽ ഫ്രം ദ ഫിനാൻസ് മിനിസ്റ്റർ ഈസ് ഒബ്റ്റൈൻഡ് ഫോർ all necessary document. എല്ലാ നെസസറി ഡോക്യുമെന്റിനും ബിഫോർ പ്രസന്റേഷന് മുന്നേ ഫിനാൻസ് മിനിസ്റ്ററിന്റെ അപ്രൂവൽ ആണ്. ആഫ്റ്റർ പ്രസന്റേഷൻ certain document require further approval and signatures. ചില ഡോക്യുമെന്റുകൾ ആഫ്റ്റർ പ്രസന്റേഷന് ശേഷവും ഫർദർ അപ്രൂവലും സിഗ്നേച്ചറും ആവശ്യമാണ്. ഡോക്യുമെന്റ് സബ്മിറ്റഡ് ടു ലോക്സഭ ആൻഡ് രാജ്യസഭ. ലോക്സഭയിലും രാജ്യസഭയിലും സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്. ദ ബജറ്റ് ഡിവിഷൻ submit the following document. For Lok Sabha, letter to Secretary General inform that the President recommendation has been obtained. Secretary General letter കൊടുക്കണം. To Secretary General inform that President recommendation has been obtained. Letter to Speaker Lok Sabha request consideration of passing of the bill. ബില്ല് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആർക്ക് കൊടുക്കണം? സ്പീക്കർ, ലോക്സഭ സ്പീക്കർ കൊടുക്കണം. നോട്ടീസ് ഓഫ് മോഷൻ ഓഫ് ലീവ്, റിക്വസ്റ്റ് പെർമിഷൻ ടു ഇൻട്രൊഡ്യൂസ് ബില്ല്. ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പെർമിഷനുള്ള റിക്വസ്റ്റ്. നോട്ടീസ് ഓഫ് മോഷൻ ഓഫ് ലീവ്. നോട്ടീസ് ഓഫ് മോഷൻ ഫോർ കൺസിഡറേഷൻ പാസിംഗ്. സീക്ക് അപ്രൂവൽ ഫോർ ഡിസ്കസിംഗ് പാസിംഗ് ദ ബില്ല്. ബില്ല് അപ്രൂവലിനുള്ള ഡിസ്കസിംഗ് പാസിംഗ്. ഒരു ബില്ല് ഡിസ്കസ് ചെയ്ത് പാസ് ചെയ്ത് അതിനുള്ള ഇതാണ് നോട്ടീസ് ഓഫ് മോഷൻ ഫോർ കൺസിഡറേഷൻ പാസിംഗ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് റീസൺ. എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് ബില്ല്. എന്താണ് ബില്ലിന്റെ പർപ്പസ് എന്നുള്ളത് ഉൾക്കൊള്ളുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് റീസൺ. ഫോർ രാജ്യസഭ, ലെറ്റർ ടു സെക്രട്ടറി ജനറൽ രാജ്യസഭ കൺവേസ് ദ പ്രസിഡന്റ് റെക്കമെൻഡേഷൻ. പ്രസിഡന്റ് റെക്കമെൻഡേഷൻ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്, ആദ്യം പറഞ്ഞ പ്രസിഡന്റ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രസിഡന്റ് എന്ത് ചെയ്യും? ലോകസഭയിലും പാർലമെന്റിലും എന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യണം. അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഉണ്ടാവും. ലെറ്റർ ടു ചെയർമാൻ രാജ്യസഭ ചെയർമാനുള്ള ലെറ്റർ. റിക്വസ്റ്റ് റിലാക്ഷൻ ഓഫ് റൂൾ 123 ഫോർ സർക്കുലേറ്റിംഗ് ദ ബില്ല്. റൂൾ 123 പ്രകാരം ബില്ല് സർക്കുലേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് റിലാക്സേഷൻ ആണ് ലെറ്റർ ടു ചെയർമാൻ രാജ്യസഭ. നോട്ടീസ് സെക്രട്ടറി ജനറൽ രാജ്യസഭ സീക്സ് അപ്രൂവൽ ഫോർ കൺസിഡറിംഗ് ആൻഡ് റിട്ടേണിംഗ് ദ ബില്ല്. രാജ്യസഭയിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവലിനുള്ളത് റിട്ടേണിങ്ങിനുള്ള ഇതിനാണ് നോട്ടീസ് ടു സെക്രട്ടറി ജനറൽ രാജ്യസഭയിൽ. ഫിനാൻസ് ബിൽ ആൻഡ് അപ്രോപ്രിയേഷൻ ബിൽ നമ്പറിംഗ്. ദ ബജറ്റ് ഡിവിഷൻ ഒബ്റ്റെയിൻ ദ ഫിനാൻസ് ബിൽ നമ്പർ ഫ്രം മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ലോ ആൻഡ് ജസ്റ്റിസിന്റെ അടുത്ത് എന്ത് ചെയ്യണം? ഫിനാൻസ് ബില്ല് നമ്പർ ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫിനാൻസ് bill of the year, the title is finance bill year. ഏത് വർഷം? If it is second subsequent bill, title finance number bill year എന്നുള്ള രീതിയിലായിരിക്കണം. The same process is followed for the appropriation bill. appropriation ബില്ലിനും ഈ പ്രോസസ്സ് ഫോളോ ചെയ്യണം. അടുത്തത് പോസ്റ്റ് പ്രസന്റേഷൻ ഡോക്യുമെന്റ് ഫോർ അപ്രൂവൽ. പ്രസന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, നേരത്തെ പ്രീ ആയിരുന്നു, ഇനി പോസ്റ്റ് ആണ്. ഫോർ ലോകസഭ, സമ്മറി ഫോർ പ്രസിഡന്റ് സീക്സ് റെക്കമെൻഡേഷൻ ഫോർ ഇൻട്രൊഡ്യൂസിംഗ് ദ അപ്രോപ്രിയേഷൻ ബിൽ. പ്രസിഡന്റിന്റെ സമ്മറി ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് സീക്സ് റെക്കമെൻഡേഷൻ ഫോർ ഇൻട്രൊഡ്യൂസിംഗ് ദ അപ്രോപ്രിയേഷൻ ബിൽ. നോട്ടീസ് ഫോർ മോഷൻ, റിക്വസ്റ്റ് അപ്രൂവൽ ഫോർ വിഡ്രോയിങ് ഫണ്ട് ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ലോകസഭയിൽ കൊടുക്കുന്ന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവലിനുള്ള റിക്വസ്റ്റ്. ലെറ്റർ ടു സെക്രട്ടറി ജനറൽ ലോകസഭ കൺഫേം ദ പ്രസിഡന്റ് റെക്കമെൻഡേഷൻ. പ്രസിഡന്റ് റെക്കമെൻഡേഷൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെറ്റർ ടു സെക്രട്ടറി ജനറൽ ലോകസഭ. ലെറ്റർ ടു സ്പീക്കർ ലോകസഭ റിക്വസ്റ്റ് കൺസിഡറേഷൻ പാസിംഗ് ഓഫ് ദ ബില്ല്. ബില്ല് പാസ് ചെയ്യുന്നതിനും കൺസിഡർ ചെയ്യുന്നതിനുള്ള റിക്വസ്റ്റ്. ലെറ്റർ ടു സ്പീക്കർ ലോകസഭ. നോട്ടീസ് ഓഫ് മോഷൻ സീക്ക് പെർമിഷൻ ടു ഇൻട്രൊഡ്യൂസ് ആൻഡ് പാസ് ദ ബിൽ. പുതിയ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാസ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് റീസൺ. എക്സ്പ്ലെയിൻ ദ ബിൽ പർപ്പസ്. ബില്ലിന്റെ പർപ്പസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് റീസൺ. ഫോർ രാജ്യസഭയിൽ സമ്മറി ഫോർ പ്രസിഡന്റ് സീക്ക് റെക്കമെൻഡേഷൻ ഫോർ ഇൻട്രൊഡ്യൂസിംഗ് അപ്രോപ്രിയേഷൻ ബിൽ. പ്രസിഡന്റിന്റെ സമ്മറി ഉൾക്കൊള്ളാം. സീക്ക് റെക്കമെൻഡേഷൻ ഫോർ ഇൻട്രൊഡ്യൂസിംഗ് ദ അപ്രോപ്രിയേഷൻ ബിൽ. ലെറ്റർ ടു സെക്രട്ടറി ജനറൽ രാജ്യസഭ കൺവേ ദ പ്രസിഡന്റ് റെക്കമെൻഡേഷൻ. പ്രസിഡന്റ് റെക്കമെൻഡേഷൻ കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ലെറ്റർ ടു ചെയർമാൻ രാജ്യസഭ റിക്വസ്റ്റ് റിലാക്സേഷൻ ഓഫ് റൂൾ 123. നോട്ടീസ് ടു സെക്രട്ടറി ജനറൽ രാജ്യസഭ സീക്ക് അപ്രൂവൽ ഫോർ കൺസിഡറേഷൻ റിട്ടേൺ ഓഫ് ദ ബിൽ. ഇനി ബജറ്റ് പ്രോസസ് ഡ്യൂറിംഗ് ദ പാർലമെന്റ് റിസസ്. പാർലമെന്റ് റിസസിൽ ഉള്ള ബജറ്റ് പ്രോസസ് ആണ്. ആഫ്റ്റർ ദ ബജറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ് വൈൽ പാർലമെന്റ് ഈസ് റിസസ്, ഡിമാൻഡ് സെക്ഷൻ പെർഫോം ദ ഫോളോയിങ് ടാസ്ക്. പ്രിപ്പയർ ലിസ്റ്റ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാന്റ്. 800 copies are submitted to Lok Sabha before next section. ബജറ്റ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്ഷൻ മുമ്പ് 800 കോപ്പി കൊടുക്കും.
ലിസ്റ്റ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാന്റ് പ്രിപ്പയർ ഡ്രാഫ്റ്റ് അപ്രോപ്രിയേഷൻ ബില്ല് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻഷുർ ദാറ്റ് ദ ഡേറ്റ് മെൻഷൻഡ് മാച്ച് ദ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞുള്ള ഡേറ്റ് മാച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള എൻഷുർ ചെയ്യാം. സെൻഡ് ദ അപ്രോപ്രിയേഷൻ ബില്ല് ടു ദ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ഫോർ വെറ്റിംഗ്. മിനിസ്റ്റർ ഓഫ് ലോ ഓഫ് ജസ്റ്റിസിൽ അപ്രോപ്രിയേഷൻ ബില്ല് സെൻഡ് ചെയ്യാം. കോർഡിനേറ്റ് വിത്ത് ലോക്സഭ സെക്രട്ടേറിയറ്റ് ഫോർ ഫൈനലൈസിംഗ് ദ ബില്ല് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്സഭ സെക്രട്ടേറിയറ്റ് കോർഡിനേറ്റ് ചെയ്യാം. ഇൻട്രൊഡ്യൂസ് ദ അപ്രോപ്രിയേഷൻ ബില്ല് ഇൻ ലോക്സഭ ഓൺ ദ ഷെഡ്യൂൾഡ് ഡേറ്റിന് അപ്രോപ്രിയേഷൻ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ലോകസഭയിൽ. ആഫ്റ്റർ ദ ലോകസഭ അപ്രൂവലിന് ശേഷം സെൻഡ് ദ ബിൽ ടു രാജ്യസഭ ഫോർ കൺസിഡറേഷൻ. ലോകസഭയിൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ രാജ്യസഭയിലേക്ക് എന്ത് ചെയ്യുക, ബില്ല് സെൻഡ് ചെയ്യുക. ആഫ്റ്റർ പാസിംഗ് ഇൻ ബോത്ത് ഹൗസ് ദ ബില്ല് സെൻഡ് ടു പ്രസിഡന്റ് ഫോർ അസന്റ്. രണ്ട് ലോകസഭയിലും രാജ്യസഭയിലും പാസ്സായതിനു ശേഷം ബില്ല് എന്ത് ചെയ്യണം, പ്രസിഡന്റ് അസന്റിന് വേണ്ടിയിട്ട് അയക്കണം. വൺസ് പ്രസിഡന്റ് സൈൻ ദ ആക്ട് പബ്ലിഷ്ഡ് ഇൻ ദ ഗസറ്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ആക്ട് നിലവിൽ വന്നു. എ നോട്ടിഫിക്കേഷൻ ഈസ് ഇഷ്യൂഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടു ഫിനാൻഷ്യൽ അഡ്വൈസർ റെലവന്റ് ഓഫീഷ്യൽസ്. സപ്ലിമെന്ററി ഡിമാൻഡ് ഫോർ ഗ്രാന്റ്. Similar process is followed for supplementary demand for grant, jury approval, vetting and finalizing before presentation. മുന്നോടിയായിട്ട് ഡിമാൻഡ് ഫോർ ഗ്രാന്റ് അപ്രൂവൽ ചെയ്യണം, വെറ്റിംഗ് ആൻഡ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട്. അതിന് സിമിലർ പ്രോസസ്സ് ഈ ഡിമാൻഡ് ഫോർ ഗ്രാന്റിന്റെ സപ്ലിമെന്ററി ഡിമാൻഡ് ഫോർ ഗ്രാന്റിനും വേണം. ബജറ്റ് സ്റ്റേറ്റ്മെന്റ് യൂണിയൻ ടെറിട്ടറീസ് അണ്ടർ പ്രസിഡന്റ് റൂൾ. when state union territory is under president റൂളിന് കീഴിലുള്ള സ്റ്റേറ്റ് ഉണ്ടാവും, യൂണിയൻ ടെറിട്ടറി. പാർലമെന്റ് assume legislative authority under article 202, 239, 239 of the constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 202, 239, 239 പ്രകാരം പ്രസിഡന്റ് ഭരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിയമസഭ ഇല്ലാതെ പ്രസിഡന്റ് റൂളുള്ള അവിടുത്തെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പാർലമെന്റ് ആണ്. പ്രോസസ് ഫോർ പ്രസന്റിംഗ് ബജറ്റ് ഓഫ് എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് പ്രിപ്പയർ ബജറ്റ് പ്രപ്പോസൽ ഇൻ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ്. സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റിന്റെ കൺസൾട്ടേഷൻ മുഖേന എന്തെങ്കിലും മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആണ് ബജറ്റ് പ്രപ്പോസൽ ഉണ്ടാക്കുന്നത്. ബജറ്റ് എസ്റ്റിമേറ്റ് ആർ ചെക്ക്ഡ് അഗെയിൻസ്റ്റ് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് എക്സ്പെൻഡിച്ചർ സീലിംഗ്. മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് എക്സ്പെൻഡിച്ചർ സീലിംഗ് പ്രകാരം അത് ചെക്ക് ചെയ്യും. ഡ്രാഫ്റ്റിംഗ് ആൻഡ് അപ്രോപ്രിയേഷൻ ബിൽ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് റെസ്പോൺസ് ഈസ് ഡൺ. അപ്രോപ്രിയേഷൻ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് റീസൺ ഈസ് ഡൺ. എന്താണ് അതിന്റെ റീസൺ എന്നുള്ളത് അതിൽ ചെയ്തിരിക്കണം. പ്രസിഡന്റ് റെക്കമെൻഡേഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബിഫോർ ലേയിങ് ബജറ്റ് ഇൻ പാർലമെന്റ്. പാർലമെന്റിൽ ബജറ്റ് വരുന്നതിന് മുമ്പ് പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ ഒബ്റ്റൈൻ ചെയ്തിരിക്കണം. ബജറ്റ് ഡോക്യുമെന്റേഷൻ ആർ സെൻഡ് ടു രാജ്യസഭ ഫോർ കൺസിഡറേഷൻ. രാജ്യസഭയിൽ കൺസിഡറേഷന് അത് സെൻഡ് ചെയ്യണം ബജറ്റ് ഡോക്യുമെന്റ്. ബിൽ ഈസ് വെറ്റഡ് ബൈ ദ മിനിസ്റ്റർ ഓഫ് ലോ ജസ്റ്റിസ് ബിഫോർ ഇൻട്രഡക്ഷൻ. ബില്ലിനെ വെറ്റ് ചെയ്യും മിനിസ്റ്റർ ഓഫ് ലോയും ജസ്റ്റിസും ബിഫോർ ഇൻട്രഡക്ഷൻ. ആഫ്റ്റർ രാജ്യസഭയിൽ നിന്ന് റിട്ടേൺ ചെയ്ത് ബില്ല് സെൻഡ് ടു പ്രസിഡന്റ് ഫോർ അസന്റ്. പ്രസിഡന്റ് അസന്റിന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിനെ അയക്കും. ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ആൻഡ് സെൻഡ് ടു ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പം എന്നിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരും, അത് യൂണിയൻ ടെറിട്ടറിയിലേക്കും സ്റ്റേറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അയക്കും. ഈ കാര്യങ്ങളാണ് ബജറ്റ് പാർലമെന്റിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അതിൽ പ്രധാനമായിട്ട് ബജറ്റ് പ്രസന്റ് ചെയ്യുക, ബില്ല് അപ്രോപ്രിയേഷൻ ബില്ല് ഫിനാൻസ് ബില്ലൊക്കെ പ്രസന്റ് ചെയ്ത് അപ്രൂവൽ വാങ്ങുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വർക്ക്. ഓക്കെ, താങ്ക് യു.